മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശബരിമല ഇക്കുറി വിവാദങ്ങളുടെ തീവ്രതയിലാണ്. തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അടിമുടി പാളിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. കുടിവെള്ളം പോലും നൽകാതെ ഭക്തരെ ദുരിതത്തിലാഴ്ത്തി സർക്കാർ നരകിപ്പിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. ശബരിമലയുടെ ചരിത്രപരമായ പ്രാധാന്യം പോലും പരിഗണിക്കാതെയാണ് വിശ്വാസ സമൂഹത്തെ ആദ്യം സ്ത്രീ പ്രവേശന വിഷയത്തിൽ വഞ്ചിച്ചതെന്നും തുടർന്ന് സ്വർണ്ണക്കൊള്ളയ്ക്കും വീതം പറ്റിയും തട്ടിപ്പിനും കൂട്ടുനിന്നുവെന്നും ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ഭക്തരെ ശ്വാസം മുട്ടിക്കുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ശബരിമലയിലെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊളുത്തിയ തീ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തലയിൽ നിന്ന് കത്തുകയാണെന്ന രാഷ്ട്രീയ വിമർശനവും ശക്തമാണ്. യാദൃശ്ചികമെന്ന് പറയട്ടെ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണവും മണ്ഡലകാലവും ഒന്നിച്ചെത്തിയതും സർക്കാരിന് തിരിച്ചടിയായി. ഈ ഗുരുതര വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെ പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തുകൊണ്ട് വിമർശനത്തിന്റെ മൂർച്ച കൂട്ടി. ഉമ്മൻചാണ്ടി നേരിട്ട് ശബരിമലയിൽ എത്തി ഭക്തർക്ക് സൗകര്യങ്ങൾ ഉറപ്പാക്കിയപ്പോൾ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിംഹാസനത്തിലിരുന്ന് ഉത്തരവിടാൻ മാത്രമേ അറിയൂ എന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഈ ദുരവസ്ഥ കാരണം അയ്യപ്പ ഭക്തർ മല കയറാതെ തിരികെ പോകേണ്ട സാഹചര്യമുണ്ടായി. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്നും ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF പ്രചാരണം തുടങ്ങിയെന്നും ഇത് ഇടതു ദുർഭരണത്തിനെതിരായ പോരാട്ടമായി മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിഷയങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ UDF പ്രതിനിധി സംഘം ഉടൻ ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം കാണാം. ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുഖ്യമന്ത്രി പമ്പയിൽ പോയിരുന്നിട്ടാണ് അവിടെ എല്ലാത്തിന്റെയും കോർഡിനേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചുക്കും ചെയ്തില്ല. അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾ, അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ, അവര് ഈ പ്രാവശ്യത്തെ സീസണും കൂടി വികലമാക്കി മാറ്റി. അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടെ വലിയ ക്യൂ ആണ്. 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല. കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. കുടിവെള്ളം, ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ടോയ്ലറ്റിൽ വെള്ളമില്ലായിരുന്നു. കുടിവെള്ളം, കുടിക്കാൻ കുടിവെള്ളം ഇല്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല. വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ, മലിനമായ പമ്പ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സീസൺ തുടങ്ങുന്നതിന്റെ തലാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പം മനഃപൂർവ്വം അവര് വീണ്ടും ശബരിമലയിലെ സീസൺ മുഴുവൻ എത്ര അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്താൻ കഴിയാതെ തിരിച്ചുപോയത്? പമ്പയിൽ പോലും എത്താൻ കഴിയാതെ പന്തളത്ത് വന്ന് മാല ഊരി തിരിച്ചുപോയ അയ്യപ്പ ഭക്തന്മാർ ആയിരക്കണക്കിനാണ്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ സാമ്പത്തിക രംഗം ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്. ഖജനാവിൽ 5 പൈസയില്ല. വലിയ കടം. ഇപ്പൊ തന്നെ 4.5 ലക്ഷം കോടിയിലധികമായി കടം. അതുകൂടാതെ 20,000 കോടി രൂപ കിഫ്ബിയുടെ കടം, 13,000 കോടി രൂപ പെൻഷൻ കമ്പനിയുടെ കടം, അത് 33,000 കോടിയായി. ഞങ്ങൾ പറഞ്ഞതുപോലെ ഇവർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഏകദേശം 6 ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ്. ഇപ്പൊ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ജോയിന്റ് രജിസ്ട്രാർമാരെ പറഞ്ഞുവിട്ട് കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കടമെടുക്കുകയാണ്. 2,000 കോടി രൂപ സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുക്കാൻ പോവാണെന്ന് പറയുന്നത്. 1 ലക്ഷം കോടി രൂപയിലധികം ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട്. നമുക്കറിയാം, ഒരു സ്ഥലത്തും പണം കൊടുക്കുന്നില്ല. ഒരു സ്ഥലത്തും പണം കൊടുക്കാനുള്ള കാര്യങ്ങളില്ല. ജലജീവൻ മിഷൻ തകർന്നു. കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നില്ല. പണം ഇല്ലാത്ത അവസ്ഥയിൽ വരികയാണ്. എന്നിട്ട് C&AG റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്താ? കടമെടുത്തിരിക്കുന്ന പണത്തിലെ 5% മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ്. വരാൻ പോകുന്ന ഗവൺമെന്റുകളുടെ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭീകരമായ ബാധ്യതയെക്കുറിച്ചാണ് C&AG റിപ്പോർട്ട് നൽകുന്ന സൂചന. അപകടകരമായ സൈറനാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മുഴങ്ങുന്നത്.